ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ്. ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്ത ആരും തന്നെ ഉണ്ടാകില്ല. ഒരു വ്യക്തിക്ക് 1000മോ 10000മോ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, എന്നാൽ ഒരു ഫ്രണ്ട് പോലും ഇല്ലാത്ത ആരും തന്നെ ഉണ്ടായിരിക്കില്ല. ഇത്തരത്തിൽ പറയുന്നത് പോലെ ഈ ലോകത്തെ എല്ലാവർക്കും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതും വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നതുമായ ഒന്നാണ്. എന്നാൽ ഇത്തരത്തിൽ നമ്മൾ ഫ്രണ്ട്സ് എന്ന് കരുതുന്ന പല ആളുകളും യഥാർത്ഥത്തിൽ നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണോ? ഇക്കാര്യം നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക? അതായത് നമ്മൾ പറഞ്ഞതുപോലെ 100, 1000, 10000 ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ശരിക്കും ഇവരെല്ലാം യഥാർത്ഥത്തിൽ ഫ്രണ്ട്സ് തന്നെയാണോ? ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ യഥാർത്ഥ ഫ്രണ്ട്സിനെ, നിങ്ങളുടെ യഥാർത്ഥ സൗഹൃദത്തെ എങ്ങനെ തിരിച്ചറിയാമെന്നതിനെ കുറിച്ചാണ്. സോ യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പിൽ നിലനിൽക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. ഇതിലൂടെ നിങ്ങളുടെ സൗഹൃദം എത്രമാത്രം യാഥാർത്ഥ്യമുള്ളതാണെന്ന് മനസ്സിലാക്കാം. യെസ്, ഹൗ ടു നോ ഹൂ ഈസ് യുവർ ട്രൂ ഫ്രണ്ട്. നമ്പർ 1, കൺസിസ്റ്റൻസി. യഥാർത്ഥ സൗഹൃദങ്ങൾ ഏത് സാഹചര്യങ്ങളിലും നിങ്ങളോടൊപ്പം നിലനിൽക്കാനായി പരിശ്രമിക്കും. അതായത് നിങ്ങളുടെ നല്ല സമയങ്ങളിലും നിങ്ങൾക്കുണ്ടാകുന്ന മോശം സാഹചര്യങ്ങളിലും നിങ്ങളോടൊപ്പം നിലനിൽക്കാനും ആ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് പിന്തുണ നൽകാനും നിങ്ങളുടെ യഥാർത്ഥ ഫ്രണ്ട്സ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. അവർ ഒരിക്കലും സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങളോടൊപ്പം നിലനിൽക്കുന്ന വ്യക്തികളായിരിക്കില്ല. നമ്പർ 2, ഹോണസ്റ്റി. യഥാർത്ഥ സുഹൃത്തുക്കൾ എപ്പോഴും സത്യസന്ധരായിരിക്കും. അവർ ഒരിക്കലും നിങ്ങളോട് കള്ളം പറയാനോ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനോ ശ്രമിക്കില്ല. നിങ്ങളുടെ പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടി മോശം കാര്യങ്ങളെപ്പോലും നല്ലതാക്കി അവർ വ്യാഖ്യാനിക്കുകയുമില്ല. അതായത് നിങ്ങൾ എന്തെങ്കിലും തെറ്റായി പ്രവർത്തിക്കുകയാണെങ്കിൽ, തെറ്റായ കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ അത് തെറ്റാണെന്ന് നിങ്ങളോട് പറയാനും അതിനെ തിരുത്താനും ഇത്തരത്തിലുള്ളവർ ശ്രമിക്കും. അതുപോലെ ഇത് നിങ്ങളെ ഹേർട്ട് ചെയ്യുകയാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ മാന്യമായി സമാധാനപരമായി നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനും ആശ്വസിപ്പിക്കാനും ഇത്തരത്തിലുള്ള വ്യക്തികൾ ശ്രമിക്കും. സോ ഇത്തരത്തിൽ നിങ്ങളോട് സത്യസന്ധത പുലർത്താനും യാഥാർത്ഥ്യത്തെ മറച്ചു വയ്ക്കാതെ ഓപ്പണായി പറയാനും ഇത്തരത്തിലുള്ളവർ ശ്രമിക്കും. നമ്പർ 3, ട്രസ്റ്റ് വർത്തിനെസ്. യഥാർത്ഥ സുഹൃത്തുക്കൾ എപ്പോഴും വിശ്വസ്തരായിരിക്കും. അവർ ഒരിക്കലും നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനായി ശ്രമിക്കില്ല. നിങ്ങൾ അവരോട് പറഞ്ഞിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളും ഇൻഫർമേഷൻസും ഒരിക്കലും അവരിൽ നിന്നും ലീക്കാവില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് പറയാനായി ഇത്തരത്തിലുള്ളവർ ശ്രമിക്കില്ല. നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള വാല്യൂബിൾ ആയിട്ടുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ വർക്കുകളോ അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവർ അത്തരം കാര്യങ്ങളെ വളരെ സെക്യൂറായി ഹാൻഡിൽ ചെയ്യാനും ജോലികളെ വളരെ പെർഫെക്റ്റായി ഉത്തരവാദിത്തത്തോടു കൂടി പൂർത്തിയാക്കുമെന്നും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കും. നമ്പർ 4, എമ്പതി. നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഫേസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ ആശ്വസിപ്പിക്കാനും നിങ്ങൾക്ക് പിന്തുണ നൽകാനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾ പണ്ടെപ്പോഴെങ്കിലും ഫേസ് ചെയ്ത നിങ്ങളുടെ പ്രശ്നങ്ങളോ ദുഃഖങ്ങളോ പറയുകയാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും കേൾക്കാനും സഹാനുഭൂതിയും അനുകമ്പയും പ്രകടിപ്പിക്കാനും ശ്രമിക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് താങ്ങായി സപ്പോർട്ടായി ഇത്തരത്തിലുള്ളവർ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. സോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇത്തരത്തിലാണോ എന്ന് മനസ്സിലാക്കാനായി ശ്രമിക്കുക. അതോ അവരുടേതായ ലോകത്ത് അവരുടെ സന്തോഷങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രം ജീവിക്കുന്ന വ്യക്തികളാണോ എന്ന് മനസ്സിലാക്കുക. 5ാമത്തേതാണ് റെസ്പെക്റ്റ്. യഥാർത്ഥ സുഹൃത്തുക്കളാണെങ്കിൽ അവർ നിങ്ങൾക്ക് റെസ്പെക്റ്റ് തരികയും വേണ്ട രീതിയിൽ പരിഗണിക്കുകയും ചെയ്യും. അവർ യാതൊരു രീതിയിലും നിങ്ങളെ താഴ്ത്തിക്കെട്ടാനോ വില കുറച്ച് കാണാനോ ശ്രമിക്കില്ല. നിങ്ങളുടെ പോരായ്മകളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനായി അവർക്ക് സാധിക്കും. അവർ നിങ്ങളുടെ മൂല്യങ്ങളും അഭിപ്രായങ്ങളും നിങ്ങളുടെ ബൗണ്ടറീസും റെസ്പെക്റ്റ് ചെയ്യുകയും പരിഗണിക്കുകയും ചെയ്യും. അവരുടെ വിശ്വാസങ്ങളോ മുൻഗണനകളോ അനുസരിക്കാനായി അവർ ഒരിക്കലും നിങ്ങളെ നിർബന്ധിക്കില്ല. ഇതിനർത്ഥം അവരൊരിക്കലും നിങ്ങളോട് ദേഷ്യപ്പെടുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യില്ല എന്നല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തെറ്റായ രീതിയിലുള്ള ഏതെങ്കിലും കാര്യങ്ങളോ കാരണങ്ങളോ നിങ്ങളിലുണ്ടെങ്കിൽ അവർ തീർച്ചയായും അതിനെ ചോദ്യം ചെയ്യുകയും അത് നിങ്ങളോട് പറയാനും ഇവർ ശ്രമിക്കും. എന്നാൽ അവർ ഒരിക്കലും നിങ്ങളെ ഒറ്റപ്പെടുത്തുകയോ നിങ്ങളുടെ മൂല്യങ്ങൾക്കും വിശ്വാസങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യില്ല. ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ ഒരിക്കലും അവർ നിങ്ങളെ ശല്യപ്പെടുത്താനായി പരിശ്രമിക്കില്ല. അതിനായി ഒരിക്കലും നിർബന്ധിക്കുകയുമില്ല. മറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളെ അവർ മാനിക്കും. സാമൂഹികമായി ഇടപെടാൻ അവർ ഒരിക്കലും നിങ്ങളെ ഫോഴ്സ് ചെയ്യില്ല. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളവരാണെങ്കിൽ പോലും അവർ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ തുറന്ന മനസ്സോടെ കേൾക്കുകയും വാദങ്ങളെക്കാൾ മാന്യമായ ചർച്ചകളിൽ ഏർപ്പെടുകയും ചെയ്യും. സോ നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ പ്രയോറിറ്റീസ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് റെസ്പെക്റ്റ് തരുന്ന, നിങ്ങളുടെ അഭിപ്രായങ്ങളെ മാനിക്കുന്ന ആളുകളാണോ എന്ന് മനസ്സിലാക്കുക. അതോ യാതൊരു രീതിയിലും നിങ്ങൾക്ക് റെസ്പെക്റ്റ് തരാതെ നിങ്ങളുടെ പല അഭിപ്രായങ്ങളെയും പരിഹസിച്ചുകൊണ്ട് നിങ്ങളെ പല കാര്യങ്ങൾക്കും വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് മനസ്സിലാക്കുക. നമ്പർ 6, ഷെയർഡ് വാല്യൂസ്. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഇത്തരത്തിലൊരു ബോണ്ട് നിങ്ങൾ ആരുമായിട്ടാണ് നിലനിർത്തുന്നതെന്ന് മനസ്സിലാക്കുക. അതായത് സമാന മൂല്യങ്ങളും താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും പങ്കിടുന്ന
നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരാണെന്ന് മനസ്സിലാക്കുക. സോ ഇത്തരത്തിലുള്ള സമാനതകൾ പുലർത്തുന്ന വ്യക്തികൾ അവർ തമ്മിലുള്ള കണക്ഷൻ വളരെ സ്ട്രോങ് ആയതായിരിക്കും. ഒരേ ചിന്താഗതിക്കാരായ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കണക്ഷൻ എപ്പോഴും വളരെ സ്ട്രോങ്ങും കൂടുതൽ ഈട് നിൽക്കുന്നതുമായിരിക്കും. ഇത് പരസ്പരം നിങ്ങളുടെ ബന്ധവും ധാരണയും ശക്തിപ്പെടുത്തുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ ഇരുവരും സത്യസന്ധതയ്ക്കും സമഗ്രതയ്ക്കും ആത്മാർത്ഥതയ്ക്കുമെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണെങ്കിൽ, ഇത്തരത്തിലുള്ള വാല്യൂസിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രണ്ട് വ്യക്തികളാണെങ്കിൽ, ഇത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ വിശ്വാസത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും അടിസ്ഥാനമായി മാറുന്നു. അതുപോലെ നിങ്ങളുടെ ഹോബീസും ഇൻട്രസ്റ്റും എല്ലാം സെയിം ആണെങ്കിൽ, ഹൈക്കിംഗ്, ട്രാവലിംഗ്, പെയിൻറ്റിങ് ഇത്തരത്തിലുള്ളവയെല്ലാം ഇതെല്ലാം പങ്കിട്ട അനുഭവങ്ങൾക്കും ആഴത്തിലുള്ള ബന്ധത്തിനും അവസരങ്ങൾ നൽകുന്നു. ഏഴാമത്തേതാണ് റെസിപ്രോസിറ്റി. യെസ്, യഥാർത്ഥ സൗഹൃദം രണ്ട് വഴികളുള്ള ഒരു തെരുവാണ്. അവിടെ രണ്ടുപേരും ബന്ധത്തിനായി സമയവും പരിശ്രമവും നിക്ഷേപിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയോ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാനായി പ്ലാൻ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ, ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് നൽകാനായി ഇത്തരത്തിലുള്ള ആളുകൾ നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള പദ്ധതികൾ ആരംഭിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ആ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വേണ്ട പിന്തുണ നൽകാനായി ഇത്തരത്തിലുള്ളവർ ശ്രമിക്കും. അവർക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങളെ പിന്തുണയ്ക്കാനായി ഇവർ എപ്പോഴും കൂടെ തന്നെ ഉണ്ടായിരിക്കും. അതുപോലെ അവർ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ അവരെ സഹായിക്കാനും അവരെ പിന്തുണയ്ക്കാനും നിങ്ങളും ശ്രമിക്കും. സോ ഇത്തരത്തിൽ പരസ്പരം തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സാധിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാനായി പരിശ്രമിക്കുകയും അതിനുവേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്യും. ചില ആളുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, അവർ പലപ്പോഴും മറ്റുള്ളവരെ യൂസ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. പല സാഹചര്യങ്ങളിലും മറ്റുള്ളവരുടെ സപ്പോർട്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി വന്നേക്കാം. അതിനാൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായി ഇത്തരത്തിലുള്ളവർ ശ്രമിക്കും. അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ പലതും മറക്കുകയും ചെയ്യും. സോ നിങ്ങൾക്കിതിൽ ഏത് ഫ്രണ്ട്ഷിപ്പാണുള്ളതെന്ന് മനസ്സിലാക്കുക. അടുത്തതാണ് സെലിബ്രേറ്റിംഗ് സക്സസ്. യഥാർത്ഥ ഫ്രണ്ട്സിന് നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള വിജയങ്ങളോ നേട്ടങ്ങളോ നേടിയെടുക്കുകയാണെങ്കിൽ, ആ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് അവർക്ക് ജലസിയോ ദേഷ്യമോ അല്ലെങ്കിൽ മറ്റ് അമർഷങ്ങളോ ഉണ്ടായിരിക്കില്ല. അവർ നിങ്ങളുടെ വിജയങ്ങളിൽ സന്തോഷിക്കുകയും നിങ്ങളുടെ സന്തോഷങ്ങളിൽ പങ്കുചേരുകയും ചെയ്യും. നിങ്ങൾക്ക് വിജയിക്കാനായി അല്ലെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട പല കാര്യങ്ങളും നേടിയെടുക്കാനായി അവരെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് തരാനും ഇത്തരത്തിലുള്ളവർക്ക് യാതൊരു മടിയും ഉണ്ടായിരിക്കില്ല. സോ ഇത്തരത്തിൽ നിങ്ങളുടെ വിജയങ്ങളിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുകയും ആ വിജയങ്ങളെ ആഘോഷിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾക്കൊപ്പം ഉണ്ടോ? നമ്പർ 9, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. അതെ, ആരോഗ്യകരമായ സൗഹൃദങ്ങളിലും സംഘർഷങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകും. എന്നാൽ ഇത്തരത്തിലുണ്ടാകുന്ന വൈരുദ്ധ്യങ്ങളെ തിരിച്ചറിഞ്ഞ് പെരുമാറാൻ യഥാർത്ഥ സൗഹൃദങ്ങൾക്ക് സാധിക്കും. അതായത് യഥാർത്ഥ സുഹൃത്തുക്കൾ പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കാനും ഫലപ്രദമായി ആശയവിനിമയം നടത്താനും പരിഹാരത്തിനായി പ്രവർത്തിക്കാനും തയ്യാറാണ്. ഉദാഹരണത്തിന്, ഒരു തെറ്റിദ്ധാരണ ഉണ്ടായാൽ അവർ ശാന്തമായി നിങ്ങളെ സമീപിക്കുകയും അവരുടെ ആശങ്കകളും അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ വ്യക്തതയും ധാരണയും തേടുകയും തെറ്റിദ്ധാരണകളെ മാറ്റിയെടുക്കാനായി പരിശ്രമിക്കുകയും ചെയ്യും. നമ്പർ 10, ടൈം ആൻഡ് എഫേർട്ട്. ബന്ധം നിലനിർത്തുന്നതിന് നിങ്ങളുടെ സുഹൃത്തുക്കൾ എത്രമാത്രം സമയവും പരിശ്രമവും നിക്ഷേപിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. യഥാർത്ഥ സുഹൃത്തുക്കൾ നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് മുൻഗണന നൽകുകയും ബന്ധം നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യും. അതായത് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് കരുതി നിങ്ങൾ പലർക്കും നൽകുന്ന സമയവും എഫേർട്ടും എല്ലാം അവർ നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നില്ല എങ്കിൽ, അവർ തീർച്ചയായും നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തായിരിക്കില്ല. നിങ്ങളുടെ സൗഹൃദം നിലനിർത്താൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നത് പോലെ തന്നെ അവരും അതിനുവേണ്ടി പരിശ്രമിക്കും. നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ നിലനിർത്താനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എത്ര തിരക്കാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താനും അവർ ശ്രമിക്കും. സോ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, എപ്പോഴും ടെക്സ്റ്റ് മെസ്സേജെല്ലാം അയക്കുന്ന വ്യക്തികൾ മാത്രമാണ് നമ്മളുടെ യഥാർത്ഥ ഫ്രണ്ട്സ് എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനു പകരം നിങ്ങൾ കൊടുക്കുന്ന എഫേർട്ടും സമയവുമെല്ലാം അവർ നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നില്ല എങ്കിൽ, അവർ നിങ്ങൾക്ക് യാതൊരു രീതിയിലുമുള്ള വാല്യൂ നൽകുന്നില്ല എന്നതാണ്. സോ നിങ്ങളുടെ ബന്ധം എത്തരത്തിലുള്ളതാണോ അതിൻ്റെ വാല്യൂ കാത്തു സൂക്ഷിക്കുന്ന ആളുകളായിരിക്കും നിങ്ങളുടെ യഥാർത്ഥ ഫ്രണ്ട്സ്. സോ എത്ര തവണ കാണുന്നു, മിണ്ടുന്നു, സംസാരിക്കുന്നു, ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കുന്നു എന്നതിലല്ല കാര്യം. എത്രത്തോളം ക്വാളിറ്റിയും എത്രത്തോളം വാല്യൂവും ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ അവർക്കും അവർ നിങ്ങൾക്ക് നൽകുന്നു എന്നതിലാണ് പ്രാധാന്യം. സോ നിങ്ങളുടെ ബന്ധങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ കണക്ഷൻ നിലനിർത്താനായി ശ്രമിക്കുന്നവരെ മനസ്സിലാക്കുക. ഓർക്കുക, സൗഹൃദങ്ങളുടെ അളവല്ല ഗുണമാണ് പ്രധാനം. അത്തരത്തിൽ ക്വാളിറ്റിയുള്ള ഒരു ഫ്രണ്ടിനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കാനായി ശ്രമിക്കുക.